ബിജുമിത്രം ചാനലിന്റെ എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് 4 ഭാഗങ്ങളായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ആദ്യ 3 ഭാഗങ്ങൾ പാഠഭാഗത്തെ വിശകലനം ചെയ്യുന്നതും അവസാനത്തേത് ഇവാലുവേഷൻ, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ചർച്ച ചെയ്യുന്നതുമായിരിക്കും. ആദ്യ പാഠഭാഗം ബീർ ബഹൂട്ടി. ഹിന്ദിയിലെ യുവ കവിയും കഥാകാരനുമായ പ്രഭാതിൻ്റെ ഒരു പ്രതീകാത്മക് കഹാനിയാണ് ബീർ ബഹൂട്ടി. ये एक प्रतीकात्मक कहानी है. इसके मुख्य पात्र हैं बेला और साहिल. ഈ കഥ നടക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേര എന്ന ഒരു കസ്ബയിലാണ്. കസ്ബ മാനെ സ്മോൾ टाउन. राजस्थान में जयपुर के पास फुलेरा नामक गांव की घटना है. बीर बहूटी माने मलयालम में इसे कहते हैं इंद्रगोपम. रेड वेलवेट माइट कहते हैं अंग्रेजी में. ये एक प्रतीक है. असल में बीर बहूटी दोस्ती का प्रतीक है. സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ബീർ ബഹൂട്ടിയെ ജനങ്ങൾ കാണുന്നത്. ഇവ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുക. ഒരിക്കലും ഒരു ബീർ ബഹൂട്ടിയെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഒന്നിൽ കൂടുതലായിട്ടായിരിക്കും ഇവ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് കാണും. പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उसमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. ഗ്രാമത്തിലെ ഒരു അവസ്ഥയാണ് വർണ്ണിക്കുന്നത്. गांव का वर्णन है. मैंने पहले ही बताया, ये फुलेरा नामक एक कस्बा का वर्णन है. बादल अभी बरस लिया है. മഴ കനത്തു പെയ്തിരിക്കുകയാണ്. पेड़ों में, पत्तों में सब कहीं पानी की बूंदें देखने को मिलता है. ഈ അവസരത്തിലാണ് നമ്മുടെ ബീർ ബഹൂട്ടികൾ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യ മഴ കഴിഞ്ഞു. ഗീലി ഹവ ഹർ ജഗ ബഹ് രഹി ഹെ. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഹർ ജഗ പാനി की बूंदें देखने को मिलता है. खेतों में छोटे छोटे बाजरे हैं, उनके पत्तों में पानी की बूंदें देखने को मिलती है. 2 बच्चे अभी, दोनों हमारे जो बेला और साहिल, अभी स्कूल की ओर निकल रहे हैं. उन्हें बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहूटियाँ खोजा करते थे. दोनों बच्चे बेला और साहिल स्कूल की ओर निकले. आज वे कुछ देर पहले स्कूल की ओर निकले. ഇന്ന് അവർ കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. क्योंकि उन्हें बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहूटियाँ खोजा करते थे. तो बीर बहूटियों की विशेषताएं देखिए. ये सुर्ख है. सुर्ख माने लाल रंग के हैं, रेड इन कलर. मुलायम है गदबदी बीर बहूटियाँ. बीर बहूटियों की विशेषताएं हैं. ये लाल रंग के हैं, मुलायम है, गदबदी रंग के हैं. गदबदी बीर बहूटियों को आप देखने को मिलता है. മിനുമിനുത്ത ചുവന്ന നിറത്തിലുള്ള രക്തത്തുള്ളികൾ കണക്കെയുള്ള ബീർ ബഹൂട്ടികളെ കാണാനായിട്ടാണ് ബേലയും സാഹിലും ഇന്ന് നേരത്തെ തന്നെ സ്കൂളിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഉൻകി പീഠ് പർ ലദേ ഹോത്തെ थे उसके बस्ते. ഇവരുടെ സ്കൂൾ ബാഗുകൾ അവരുടെ പുറത്ത് തൂക്കിയിട്ടിരിക്കുകയാണ്. കന്ധോം പർ ടംഗേ ഹോത്തെ ഹെ. ബേല അവളുടെ തോളിൽ തൂക്കി വച്ചിരിക്കുന്നു. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहूटियाँ खोजते थे. ഇരുവരും ചേർന്നുകൊണ്ടാണ്, മണ്ണിലിരുന്നു കൊണ്ട്, നിലത്തിരുന്നു കൊണ്ട്
ബീർ ബഹുട്ടികളെ തിരയുന്നത്. വേ बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. ये आज केवल आज की बात नहीं है, वो हर समय ऐसा ബീർ ബഹൂട്ടിയോं को खोजते हैं. മഴ പെയ്യുമ്പോഴൊക്കെ ഈ കുട്ടികൾ ഈ ബീർ ബഹൂട്ടികളെ ഈ നനഞ്ഞ മണ്ണിൽ അന്വേഷിക്കാറുണ്ട്. बेला देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसे लाल है, സാഹിൽ ने कहा. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ബേലയുടെ റിബൺ ചുവന്ന നിറത്തിലാണ്. ബീർ ബഹൂട്ടി के जैसे लाल रंग का है, സാഹിൽ कहता है. तुमने कुछ सुना बेला. അപ്പോഴാണ് ബേലയോടായിട്ട് സാഹിൽ ചോദിക്കുന്നത്, तुमने कुछ सुना बेला, നീ വല്ലതും കേട്ടോ ബേല. हाँ सुना, पहली घंटी लग गई है. ആ കേട്ടു, സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ഇരുവരും അവിടെ നിന്ന് പോവാനായിട്ട് തയ്യാറാവുന്നത്. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. लेकिन സാഹിൽ कहता है मुझे स्याही भरवानी है. എനിക്ക് പേനയിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട്. ഫൗണ്ടൻ പേനയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് മഷി നിറയ്ക്കണമെന്നാണ് സാഹിൽ പറയുന്നത്. അവർക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവർ നേരെ സ്റ്റേഷനറി കടയിലേക്ക് പോവുകയാണ് മഷി നിറയ്ക്കാനായിട്ട്. 1981 का साल. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियों में खामोश खड़े बिजली के खंभे, खंभों के बीच खिंची तारों की कतारें. इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते फेरी वाले. एक अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाजें, उनके पीछे चलता एक बदन उखाड़े कुम्हार. इस दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे, बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी के दुकान वाले ड्रॉपर से पेन में स्याही भरते थे. दोनों बच्चे अब स्कूल की ओर निकले. खेत को छोड़कर, बीर बहूटियों को छोड़कर स्कूल की ओर निकले. तो लेखक कहते हैं 1981 का साल है, 1981 की जो बात है. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से भरा हुआ फुलेरा जंक्शन. ഫുലേര ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു ജംഗ്ഷനാണ്. റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ. പാസഞ്ചർ ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകൾ കൊണ്ട് നിറഞ്ഞ എപ്പോഴും തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ. അതിനോട് ചേർന്ന ഒരു കസ്ബയിലാണ് നമ്മുടെ ബേലയും സാഹിലും താമസിക്കുന്നത്. ഇടുങ്ങിയ കസ്ബെ, തങ്ക് ഗലിയ, ഇടുങ്ങിയ തെരുവുകളാണ് ഇവിടുത്തെ. നിറയെ ഖടേ ബിജലി കെ ഖംബേ ഹേ, ഇലക്ട്രിക് പോസ്റ്റുകൾ നിറഞ്ഞ ആ തെരുവിലൂടെ 2 കുട്ടികളും സ്കൂളിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഖംബോं के बीच खिंची तारों की कतारें. ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഇലക്ട്രിക് ലൈനുകൾ തൂങ്ങിക്കിടക്കുന്നു. गलियों में जहां तहां दिखाई पड़ते मीठी खंडियां बजते फेरी वाले. फेरी वाले गली में खंडी बजाते हुए सामान बेचते हैं. साथ ही साथ गधों के ऊपर मिट्टी लाद कर ले जाने वाले कुम्हार, वो बदन उखाड़े कुम्हार. इसका मतलब है अर्धनग्न കുംഹാർ. ഒരു അർദ്ധനഗ്നനായ കുശവൻ തൻ്റെ കഴുതകളുടെ പുറത്ത് മണ്ണും വഹിച്ചുകൊണ്ട് നടന്നു പോകുന്നു. ആ കഴുതകളുടെ ടാപ്പോം കി ആവാസ് സുനായി ദേത്തി ഹെ. ആ കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. ഇതിനിടയിലൂടെയാണ് दोनों स्कूली बच्चे स्कूल की ओर निकल रहे हैं. बेला और साहिल वे अब स्टेशनरी दुकान की ओर चल रहे हैं अपनी कलम में स्याही भरवाने के लिए. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क लिया था. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. मशीन रखनाയിട്ട് ഇരുവരും स्टेशनरी दुकान एती. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. സാഹിലിനാണ് പേനയിൽ മഷി നിറയ്ക്കേണ്ടത്. പക്ഷേ ബേലയാണ് പറയുന്നത്, ഭയ്യ कलम में स्याही भरवा दो. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन उस दुकान में स्याही खत्म हो गई है, മഷി തീർന്നു പോയിരിക്കുന്നു. കടക്കാരൻ പറയുന്നു, മാഫ് കീജിയെ, स्याही नहीं है, कल ही मिल पाएगी. लेकिन इसे तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया है, बेला बोली. तब बेला कहती हैं, तो
कलम में जो स्याही बची हुई थी साहिल ने इसे धरती पर छिड़का दी है उള്ള മഷി ഇവൻ തൂത്ത് കളഞ്ഞിരിക്കുന്നു. तब दुकान वाले भैया कहते हैं അപ്പോഴാണ് കടക്കാരൻ പറയുന്നത് बादल को देखकर घड़े को नहीं डुलाना चाहिए. ആകാശത്ത് മഴമേഘങ്ങളെ കണ്ട് നമുക്കൊരിക്കലും ഉള്ള വെള്ളം കുടത്തിനകത്തുള്ള വെള്ളം തൂത്ത് കളയാൻ സാധിക്കില്ല. മഴ പെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ. इसका मतलब यह है कि कोई भी काम करने से पहले सोच विचार करना चाहिए. अंग्रेजी में कहते हैं think before you leap. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഉപദേശിക്കുകയാണ് दुकान वाले भैया. दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ രണ്ടുപേരും? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. साहिल कहता है हम दोनों 5वीं कक्षा में पढ़ते हैं. दोनों? दुकान वाले भैया ने पूछा. ഇരുവരും? കടക്കാരൻ ചോദിക്കുകയാണ്. हाँ दोनों, और हम दोनों का सेक्शन भी एक है. ए बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. लेकिन बेला बहुत खुशी के साथ कहती हैं हम दोनों एक ही कक्षा में पढ़ते हैं. 5वीं कक्षा ए सेक्शन में एक साथ पढ़ते हैं, एक साथ एक ही कक्षा में पढ़ते हैं. ഇരുവരും ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്, ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. കടക്കാരൻ ചോദിക്കുന്നു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സാഹിലും വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. മഷി കിട്ടിയില്ലല്ലോ, ആ സങ്കടത്തിൽ അവൻ പറയുന്നു 5ാം ക്ലാസ്സിലാണ്. പക്ഷേ ബേല പറയുന്നു സന്തോഷത്തോടെ പറയുകയാണ് ഞങ്ങൾ ഇരുവരും ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഒരേ ഡിവിഷനിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സ്കൂളിലേക്കായിട്ട് പുറപ്പെടുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന് ഇനിയും ഭാഗങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതിനുശേഷം പരീക്ഷയ്ക്കുടെ ചോദ്യങ്ങളും മാതൃകകളുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.